മണ്ണിലും മനുഷ്യഹൃദയങ്ങളിലും ഉണ്ണിയേശുവിന് പിറക്കാൻ പുൽക്കൂടുകൾ ഒരുങ്ങുകയാണ്. നാടെങ്ങും ക്രിസ്തുമസിനായി നക്ഷത്രങ്ങളും പുൽക്കൂടുകളും ഒരുക്കി ഉണ്ണിയേശുവിനെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ ചിറ്റാരിക്കാൽ സെൻറ് തോമസ് ഫൊറോന ചർച്ചിൽ ക്രിസ്തുമസ് കരോൾ സംഘടിപ്പിച്ചു. കരോളിൻ്റെ ഭാഗമായി ചിറ്റാരിക്കൽ ടൗണിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ബാൻഡ് മേളവും കേക്ക് മുറിക്കൽ ചടങ്ങും നടന്നു. പൗരസ്ത്യ ദേശത്തു നിന്ന് വരുന്നവരാണ്. യൂദയ ദേശത്ത് ഒരു പുതിയ രാജാവ് ജനിച്ചു എന്ന് പറഞ്ഞ് അവനെ കാണുവാനും ആരാധിക്കുവാനും വന്നതാണ്. പുതിയ രാജാവ് നമ്മുടെ കൊട്ടാരത്തിൽ അങ്ങനെ ജനങ്ങൾ സംഭവിച്ചിട്ടില്ല. യൂദയ ദേശത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ല. ചിറ്റാരിക്കാൽ ഫൊറോന അസിസ്റ്റന്റ് വികാരി ഫാദർ ആൽബി തെങ്ങുംപള്ളിയിൽ സ്വാഗതം ആശംസിച്ചു. ചടങ്ങിൽ ചിറ്റാരിക്കാൽ ഫൊറോന ചർച്ച് വികാരി ഫാദർ മാണി മേൽവട്ടം ക്രിസ്തുമസ് സന്ദേശം നൽകി. ഒത്തിരി സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈശോയിൽ പ്രിയമുള്ള ബഹുമാനപ്പെട്ട ആൽബിൻ തെങ്ങുംപള്ളിയിൽ വെച്ച ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഈ ക്രിസ്മസ് സന്ദേശയാത്ര അതിമനോഹരമായിട്ട് ഇവിടെ ഒരുക്കിയിരിക്കുന്ന KCYM SMYM നേതൃത്വം, പ്രവർത്തകരെ, നല്ലവരായ എൻ്റെ കേൾക്കുന്ന നാനാജാതി മതസ്ഥർ. എഴുത്തുകാരനായ KP അപ്പനാണ് പറഞ്ഞത്, നമ്മുടെ ഗ്രാമങ്ങളെ നക്ഷത്ര ഗ്രാമങ്ങളും നമ്മുടെ നഗരങ്ങളെ നക്ഷത്ര നഗരങ്ങളുമാക്കുന്നത് ക്രിസ്മസാണ്. നമ്മുടെ നഗരങ്ങളെ നക്ഷത്ര നഗരങ്ങളും നമ്മുടെ ഗ്രാമങ്ങളെ നക്ഷത്ര ഗ്രാമങ്ങളുമാക്കുന്നത് ക്രിസ്മസാണ്. പ്രിയമുള്ളവരെ, ക്രിസ്മസിന്റെ ആഘോഷ രാവിലാണ് നമ്മളുള്ളത്. ക്രിസ്മസിൽ നമുക്കറിയാവുന്നതുപോലെ സംഭവിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം, അതായത് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ 1-ാം പുസ്തകത്തിൽ പറയുന്നു, ദൈവം മനുഷ്യനെ തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. നമുക്കറിയാം, ചിലപ്പോൾ അത് മനുഷ്യന് അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല. ദൈവത്തിന്റെ ഛായ എന്ത്, ദൈവത്തിന്റെ സാദൃശ്യം എന്ത്, അത് എനിക്കുണ്ടോ എന്ന് മനുഷ്യൻ തീർച്ചയായിട്ടും ചിന്തിച്ചിട്ടുണ്ടാവാം. അങ്ങനെയാണ് ദൈവത്തിന്റെ മനുഷ്യൻ, ദൈവത്തിന്റെ ഛായയും ദൈവത്തിന്റെ സാദൃശ്യമുള്ള മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി ആദി മാതാപിതാക്കളിൽ നിന്ന് പാപം ഈ ഭൂമിയിൽ ഉണ്ടായത്. പക്ഷെ ദൈവം മനുഷ്യനെ കൈവിടാനായിട്ട് തയ്യാറായില്ല. അവന്റെ ദൈന്യതകളിലേക്ക്, അവന്റെ ജീവിതത്തിന്റെ ദുഃഖ ദുരിതങ്ങളിലേക്ക്, അവന്റെ ജീവിതത്തിന്റെ പാപബന്ധനങ്ങളിലേക്ക് ദൈവം മനുഷ്യനായി അവതരിക്കുകയാണ്. അതാണല്ലോ ക്രിസ്മസ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന, ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ടത് ഒരു കാര്യമായി പരിഗണിക്കാതെ അവൾ തന്നെ ശൂന്യരാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് നമ്മിൽ ഒരുവനെ പോലെയായി. അതാണ് ക്രിസ്മസ്. ടോൾസ്റ്റോയ് പറയുന്ന ഒരു കാര്യമുണ്ട്, മൃഗത്തെ മനുഷ്യനാക്കുന്ന, മനുഷ്യനെ ദൈവമാക്കുന്ന പ്രായോഗിക പദ്ധതിയാണ് മതം. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ മനുഷ്യനെ ദൈവീകനാക്കാൻ വേണ്ടിയാണ് ദൈവം വിണ്ണിന്റെ എല്ലാ മഹത്വവും വിട്ട് ഈ മണ്ണിന്റെ ജീവിതത്തിന്റെ നിസ്സാരതകളിലേക്ക് വന്നത്. അത് ക്രിസ്മസിൽ നമ്മൾ ആഘോഷിക്കുകയാണ്. ഇതൊരു ചെറിയ കാര്യമല്ല. പലർക്കും മനസ്സിലാക്കാൻ വലിയ വൈഷമ്യമുള്ള കാര്യമാണ് ദൈവം മനുഷ്യനായി അവതരിക്കുക എന്നുള്ളത്. പക്ഷെ അതൊരു സത്യമാണ്. സത്യദൈവമായ ഏകരക്ഷകനായ ക്രിസ്തു ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മീതെ നിങ്ങൾക്കായി ഒരു രക്ഷയ്ക്കായി ഒരു നാമമേ നൽകപ്പെട്ടിട്ടുള്ളൂ. അത് കർത്താവായ ക്രിസ്തുവിന്റെ നാമമാണെങ്കിൽ അവരാണ് പുൽത്തൊട്ടിയുടെ നിസ്സാരതകളിലേക്ക് ജനിക്കുന്നത്. വലിയ പാടിവെക്കുന്നുണ്ട്, അഖിലാണ്ടം സൃഷ്ടിച്ചവർ ഒരു പുച്ചു പുൽക്കൂട്ടിൽ അമരുന്ന ശിശുവാകാൻ എന്ത് ബന്ധം. ഈ അഖിലാണ്ടം മുഴുവൻ സൃഷ്ടിച്ചവരാണ് ഒരു കൊച്ചു ശിശുവായി പുൽത്തൊട്ടിയിലേക്ക്, അതിന്റെ നിസ്സാരതകളിലേക്ക് ജനിക്കുന്ന മറ്റൊന്നുമല്ല, ഏറ്റവും താഴേക്കിടയുള്ള മനുഷ്യൻ പോലും അവനേക്കാൾ ചെറുതാകരുതെന്ന് അവനൊരു ബോധ്യവും ചിന്തയും ഉണ്ടായത്. അതാണ് സ്നേഹത്തിന്റെ ദൈവം
പുൽത്തൊട്ടിയിൽ അവതീർണനായി ഏത് ദാരിദ്ര്യത്തിലും ഏത് ലാളിത്യത്തിലും കഴിയുന്നവരെ മനുഷ്യരാക്കി ദൈവീകരാക്കാൻ വേണ്ടി ഈ മനുഷ്യാവതാരം നടത്തിയത്. പ്രിയമുള്ളവരെ, ഇന്ന് അതുകൊണ്ട് നമുക്ക് ശരിക്കും ബോധ്യമാകും, മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് തിരിയണം, ഇത് ദൈവത്തിന്റെ മുഖമാണെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കണം. അതാണ് ക്രിസ്മസ് നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത്. അടുത്ത കാലം വരെ മറ്റ് ജാതി മതസ്ഥരെ അതർ റിലീജിയൻ എന്ന് വിളിച്ചുവെങ്കിൽ ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ മറ്റു മതസ്ഥരെ കൂടെ വിളിക്കുന്നത് ദ നെയ്ബർ റിലിജിയൻ എന്നാണ്. ദ റിലിജിയൻ ഓഫ് ദ നെയ്ബർ, നമ്മുടെ അയൽക്കാരന്റെ മതം എന്നാണ് വിളിക്കുന്നത്. കാരണം ഒരു ദൈവമേ ഉള്ളൂ, ആ ദൈവത്തിന്റെ മക്കളാണ് നമ്മൾ ഓരോരുത്തരെങ്കിലും. നമ്മളെ ദൈവീകരാക്കാൻ വേണ്ടി മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിനെ ഉള്ളിലേക്ക്, ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്ന ഈ പുണ്യ ദിനങ്ങളെ നമുക്ക് വരവേൽക്കാം. നാളെ അർദ്ധരാത്രിയിൽ ഉണ്ണി പിറന്നതിന്റെ, ദൈവത്തിന്റെ മനുഷ്യാവതാരത്തിന്റെ ഒരു ഓർമ്മ കൂടി വന്നെത്തുകയാണ്. അത് മധുരോദാരമായ ഓർമ്മ, അതിന്റെ സൗകുമാര്യം നഷ്ടപ്പെടാതെ വിശുദ്ധിയിൽ, പ്രാർത്ഥനയിൽ, സന്തോഷത്തിൽ നമ്മൾ നോമ്പിന്റെ പരിത്യാഗത്തിൽ സ്വീകരിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും, ഇവിടെ കൂടിയിരിക്കുന്ന സകലർക്കും ക്രിസ്മസിന്റെ എല്ലാവിധ മംഗളങ്ങളും, സമാഗതമാകുന്ന പുതുവർഷത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ്. ചിറ്റാരിക്കാൽ പള്ളിമുറ്റത്ത് നിന്നും തുടങ്ങിയ കരോൾ ടൗൺ ചുറ്റി തിരിച്ച് പള്ളിയിൽ സമാപിച്ചു. നിരവധി ആളുകളുടെ പങ്കാളിത്തം ക്രിസ്തുമസ് കരോളിന് മാറ്റുകൂട്ടി. വിരൽത്തുമ്പുകൾ കൊണ്ട് മാസ്മരിക വർണ്ണപ്രപഞ്ചം സൃഷ്ടിക്കുന്ന മികച്ച കമ്പനികളുടെ മികവേറിയ മൊബൈലുകളുമായി ചെറുപുഴയിൽ മൊബൈൽ ഫോണുകളുടെ വിസ്മയ ലോകം തീർത്ത് ഐപാക്സ് മൊബൈൽ, ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക്, മേലെ ബസാർ, ചെറുപുഴ. മൊബൈൽസ് ആൻഡ് ലാപ്ടോപ്പ് സർവീസസ്, ഐഫോൺ ആൻഡ് ആൻഡ്രോയിഡ് കളക്ഷൻസ്, ഐഫോൺ ഐപാഡ് സർവീസ് സ്പെഷ്യലിസ്റ്റ്, smartphone and laptop services. Our services: fast service, display service, battery service, live service. ഐപാക്സ്, ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക്, മേലെ ബസാർ, ചെറുപുഴ. ഞങ്ങളുടെ ബ്രാഞ്ച് സിറ്റി സെൻറ്റർ, ഇരിട്ടി. ഐപാക്സ് മൊബൈൽ, മേലെ ബസാർ, ചെറുപുഴ. മൊബൈൽ നമ്പർ 7907799505. ഐപാക്സ് മൊബൈൽ, ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക്, മേലെ ബസാർ, ചെറുപുഴ.